വെൽക്കം ബാക്ക് ടു ഓപ്പൺ മെഡ് സ്കൂൾ. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ മെഡിസിൻ ആൻഡ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ് റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ അഭാവത്താലാണ് ഈ രോഗം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ റിക്കറ്റ്സും, പ്രായമായവരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗം ഉണ്ടാകും. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം നല്ലതാണ്, അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കണമെന്നുള്ളതും നമുക്കറിയാം. അതോടൊപ്പം തന്നെ പാല്, മത്സ്യങ്ങൾ, കൂണ് പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഇവയിലെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ടെന്നറിയാം. എങ്ങനെയാണ് ഈ സൂര്യപ്രകാശം, വൈറ്റമിൻ ഡി, റിക്കറ്റ്സ് ഇത് തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒന്ന് ആലോചിക്കാം. 1800കളിൽ യൂറോപ്പിൽ വ്യവസായ വിപ്ലവം അരങ്ങേറി. കൽക്കരി ഖനികളും പുതിയ പുതിയ ബിൽഡിങ്ങുകളും ആയി. ആ സമയത്ത് തന്നെ അതോടൊപ്പം അവിടെ കുഞ്ഞുങ്ങളിലൊരു പ്രത്യേകതരം രോഗം, എല്ലുകൾ വളയുക, ശരിക്കും വളരാതിരിക്കുക, മറ്റ് പല ലക്ഷണങ്ങളോടുകൂടി കണ്ടെത്താൻ തുടങ്ങി. എന്താണ് അതിൻ്റെ കാരണമെന്ന് കൃത്യമായി ആർക്കും നിർവചിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഇത് സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടതാണോ, വ്യവസായ വിപ്ലവത്തിൽ പുകപടലങ്ങളാൽ അന്തരീക്ഷം മലിനീകരിക്കപ്പെട്ട് സൂര്യപ്രകാശം വരാത്ത ഒരവസ്ഥ വന്ന് കൂടുതൽ ബിൽഡിങ്ങുകൾ ഇടതൂർന്ന് വരികയും കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് കിട്ടാതെ വരികയും ചെയ്തതാണോ എന്ന് ഒരു സംശയമുണ്ടായി. ഇദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംശയം. ഇതിന് കാരണം ഈ ഡോക്ടർ വാർഷോയിലാണ്. വാർഷോയിലെ ഗ്രാമപ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വളരെ കുറവാണെന്നും പട്ടണങ്ങളിലാണ് കൂടുതലെന്നും കണ്ടെത്തി. പിന്നീട് ഏതാണ്ട് 70ഓളം വർഷങ്ങൾ വേണ്ടി വന്നു മറ്റ് പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മൂന്നാം ലോകരാഷ്ട്രങ്ങളായ ചൈന, ഇന്ത്യ മുതലായ സ്ഥലങ്ങളിൽ റിക്കറ്റ്സ് വളരെ കുറവാണ് എന്നും കണ്ടെത്തി, പ്രത്യേകിച്ച് പട്ടണങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം സൂര്യപ്രകാശവും ഈ റിക്കറ്റ്സും തമ്മിൽ, അതായത് എല്ലുകൾക്കുണ്ടാകുന്ന ഈ രോഗം തമ്മിൽ കാര്യമായൊരു ബന്ധമുണ്ട് എന്നുള്ള അറിവ് ലഭിച്ചു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മെർക്കുറി ആർക്ക് ലാമ്പ്, അത് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ലാമ്പാണ്. ഈ ലാമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ ഈ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ കിടന്ന കുട്ടികൾക്ക് റിക്കറ്റ്സ് കുറവാണെന്നും അഥവാ റിക്കറ്റ്സ് ഉണ്ടായിരുന്നവർക്ക് ഇത് മാറുന്നു എന്നും കണ്ടെത്തി. ഒരു കൗതുകകരമായ പരീക്ഷണത്തിൽ, അതായത് റിക്കറ്റ്സ് ഉള്ള കുട്ടിയുടെ ഒരു കൈയിൽ മാത്രം അൾട്രാവയലറ്റ് ലൈറ്റ് അടിച്ച് പരിശോധിച്ചു. അപ്പോൾ ഈ റിക്കറ്റ്സിൻ്റെ ചേഞ്ചസ് കംപ്ലീറ്റായിട്ട് മാറുന്നതായിട്ട് കൗതുകകരമായി ഈ പരീക്ഷണത്തിൽ കണ്ടെത്തി. അതോടുകൂടി അൾട്രാവയലറ്റ് ലൈറ്റ് റിക്കറ്റ്സിന് എഗൻസ്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന നിലയിലെത്തി. പല ആനിമൽസിലും, മൃഗങ്ങളിലെ പരീക്ഷണങ്ങളിൽ മൃഗങ്ങൾക്ക് കൊഴുപ്പിൽ, പ്രത്യേക പല ഓയിലുകളിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ നൽകിക്കഴിഞ്ഞാൽ അതിന് ആൻറ്റി റാക്കറ്റിക് പ്രോപ്പർട്ടി, അതായത് റിക്കറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും കണ്ടെത്തി. അതോടുകൂടി UV റേഡിയേഷൻ ഏൽപ്പിച്ച ഭക്ഷണം ഒരു റൊട്ടീനായി തീർന്നു. എല്ലാ സ്ഥലങ്ങളിലും, എന്ത് വസ്തുക്കളിലും ഇങ്ങനെയുള്ള ഫോർട്ടിഫിക്കേഷൻ, അതായത് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു സ്വഭാവമായി കഴിഞ്ഞു. 1950കളിൽ കുട്ടികളിലെ മുഖത്തിന് പ്രത്യേക വ്യത്യാസം, അവരുടെ ലിപ്പിന് വ്യത്യാസം, ചില പ്രത്യേക മുഖഭാവത്തോടുകൂടി കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വർധന കണ്ടു. റോയൽ കോളേജിൻ്റെ പഠനത്തിൽ ഈ കുട്ടികൾക്ക് കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ, അതായത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൊടുത്ത ഭക്ഷ്യവസ്തുക്കൾ നൽകിയ
അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ചേർത്ത ഭക്ഷണങ്ങൾ കൊടുത്ത കുട്ടികളിലാണിതെന്ന് കണ്ടെത്തി. അൾട്രാവയലറ്റ് റേസ് ഫാറ്റിൽ പ്രവേശിക്കുമ്പോൾ അതിന് ചെറിയ ചേഞ്ചസ് ഉണ്ടാകുകയും അത് വൈറ്റമിൻ ഡി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ദൂഷ്യമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവും വൈറ്റമിൻ ഡിയുടെ കൂടുതലും രോഗങ്ങളുണ്ടാക്കും. അടുത്ത സെഷനിൽ വൈറ്റമിൻ ഡി ലഭ്യമാകുന്നതിന് വേണ്ടി എങ്ങനെയാണ് വെയിൽ കൊള്ളുന്നത്, ഏത് സമയത്താണ് വെയിൽ കൊള്ളുന്നത് എന്നതിനെപ്പറ്റി സംസാരിക്കാം. താങ്ക് യു.